ഓക്കെ, നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത് ഡിവിഷൻ അല്ലേ? ഡിവിഷൻ ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ഒരു ഡൗട്ടും ഇല്ല? ഓക്കെ, അപ്പൊ ഇൻഡിജേഴ്സിൽ വരുന്ന പ്രോബ്ലംസിൽ ഒരു എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു അല്ലേ? പേജ് നമ്പർ 20-ലെ ഒരു എക്സാമ്പിൾ ചെയ്തില്ലേ? നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 24, സെയിം പേജ്, പേജ് നമ്പർ 20, എക്സാമ്പിൾ 24. എന്താ ക്വസ്റ്റ്യൻ? In a quiz, plus 2 marks are given for a correct answer, minus 1 marks for an incorrect answer, and 0 marks for not attempting a question. Radhika scored 30 marks. If she got 18 correct answers, how many questions did she attempt incorrectly? Question കിട്ടിയോ എന്താന്ന്? ക്വസ്റ്റ്യൻ എന്താന്ന് കിട്ടിയോ? മനസ്സിലായോ? ഒന്നുകൂടി വായിക്കാം. ടെക്സ്റ്റ് തന്നെ നോക്കിക്കോ. In a quiz, plus 2 marks are given for a correct answer, minus 1 marks for an incorrect answer, and 0 marks for not attempting a question. Radhika scored 30 marks. If she got 18 correct answers, how many questions did she attempt incorrectly? അതായത് ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ നിങ്ങൾക്ക് ഒരു കറക്റ്റ് ആൻസർ വന്നിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ വന്നിട്ടുണ്ടെങ്കിൽ you will get plus 2 marks. Then you get minus 1 mark for your each incorrect answer. ഓരോ തെറ്റായ ആൻസറിനും എന്ത് കിട്ടും? -1 മാർക്ക് കിട്ടും. മനസ്സിലായോ? ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നും അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് 0 മാർക്ക്, അതായത് അതിന് മാർക്ക് ഒന്നുമില്ല. അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മൾ കൺസിഡർ ചെയ്യില്ല. അങ്ങനെയുള്ള ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ രാധിക 30 മാർക്ക് സ്കോർ ചെയ്തു, 30 മാർക്സ് സ്കോർ ചെയ്തു. If she got 18 correct answers, how many questions did she attempt incorrectly? രാധിക ഈ 30 മാർക്ക് കിട്ടിയതിൽ 18 കറക്റ്റ് ആൻസേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ഇൻകറക്റ്റ് ആൻസേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടാകും? Can you find out that? നിങ്ങൾ PSC എക്സാമിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? അവിടെ എങ്ങനെയാ എക്സാമിന് മാർക്ക് വരുന്നതെന്നറിയോ? എങ്ങനെയാണെന്നറിയോ? ഇപ്പൊ നിങ്ങൾക്ക് ആദ്യത്തെ ഒന്ന് ശരിയായി എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും, ഒരു മാർക്ക് കിട്ടും. പിന്നത്തെ 3 എണ്ണം നിങ്ങൾക്ക് തെറ്റായിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ ഒന്ന് ശരിയായാൽ ഒരു മാർക്ക് കിട്ടി, പിന്നെ 2, 3, 4 നിങ്ങൾക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു മാർക്കിൽ നിന്ന് 1/3 മാർക്ക് മൈനസ് ചെയ്യും. അതായത് ഒരു കറക്റ്റ് ആൻസറിന് ഒരു മാർക്ക്, പിന്നെ 3 എണ്ണം തെറ്റിയാൽ 1/3 മാർക്ക് മൈനസ് ചെയ്യും. അതുപോലെ ഇൻ എ ക്വിസ്, ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ ഓരോ കറക്റ്റ് ആൻസറിനും +2 മാർക്ക് കിട്ടും. നിങ്ങൾക്ക് നിങ്ങൾ ആൻസർ ചെയ്യുന്ന ഓരോ കറക്റ്റ് ആൻസറിനും +2 മാർക്ക് ആയിരിക്കും. ആദ്യത്തെ 2 എണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്തു, കറക്റ്റ് ആയി. അപ്പൊ എത്രയായി? +2 +2 +4 മാർക്സ് ആയി.
പിന്നത്തെ മൂന്നാമത്തെ നിങ്ങൾക്ക് റോങ് ആൻസർ വന്നു. നിങ്ങളുടെ ആൻസർ ചെയ്തത് തെറ്റിപ്പോയി. അങ്ങനെയാണെങ്കിൽ അവിടെ -1 വരും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ആദ്യത്തെ രണ്ടെണ്ണത്തിന്റെ 4 മാർക്സ് ഉണ്ട്. അപ്പൊ മൂന്നാമത്തെ തെറ്റിയതിന്റെ -1 ആവുമ്പോൾ 4 - 1 ടോട്ടൽ 3 മാർക്സ് ആയി. മനസ്സിലായോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ രാധിക 30 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് ടോട്ടൽ. ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ ടോട്ടൽ 30 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. അതില് 18 കറക്റ്റ് ആൻസർ ആണ്. 18 എണ്ണം കറക്റ്റ് ആൻസർ ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണമാണ് ഇൻകറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തത്? എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം നമ്മൾ മാർക്സ് ഫോർ correct answer is equal to +2. Then marks for incorrect answer is equal to -1. Score of Radhika is equal to 30. Score of Radhika is equal to 30. Then number of correct answers is equal to 80. Number of correct answers is equal to 80. ഇത്രയും ഇൻഫർമേഷൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ട് ഇല്ലേ? അതായത് ഈ രാധികക്ക് കിട്ടിയ 30 മാർക്സില് നമ്പർ ഓഫ് കറക്റ്റ് ആൻസേഴ്സ്, നമ്പർ ഓഫ് എണ്ണം, കറക്റ്റ് ആൻസേഴ്സിന്റെ എണ്ണം 18 ആണ്. അങ്ങനെയാണെങ്കിൽ ആ 18 എണ്ണത്തിന്റെ മാർക്സ് എത്രയായിരിക്കും? മാർക്സ് ഓഫ് കറക്റ്റ് ആൻസേഴ്സ് എത്രയായിരിക്കും? നമ്പർ ഓഫ് കറക്റ്റ് ആൻസേഴ്സ് 18. മാർക്സ് ഓഫ് കറക്റ്റ് ആൻസേഴ്സോ? മാർക്സ് ഓഫ് കറക്റ്റ് ആൻസേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? 18 into +2 അല്ലേ? അല്ലേ? ഒരു കറക്റ്റ് ആൻസറിന് +2 മാർക്സ് ആണ്. അപ്പൊ 18 കറക്റ്റ് ആൻസേഴ്സിന് എത്ര മാർക്ക് വരും? +2 മാർക്സ് വരും. എത്രയാ? 18 into +2 എത്ര? 18 into +2 36 അല്ലേ? 18 into 2 രണ്ടും പോസിറ്റീവ് ഇന്റിജേഴ്സ് ആണ്. സോ 18 into 2 36 ആണല്ലോ. കറക്റ്റ് ആൻസേഴ്സിന്റെ മാർക്സ് നമുക്ക് 36 ആണ് കിട്ടി. ബട്ട് ഷീ സ്കോർഡ് 30. ഷീ സ്കോർഡ് 30. അതെങ്ങനെ ശരിയാവും? ഓരോ റോങ് ആൻസറിനും ഓരോ ഇൻകറക്റ്റ് ആൻസറിനും -1 മാർക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഈ കറക്റ്റ് ആൻസേഴ്സിന്റെ കൂടെ ഈ -1 തെറ്റായ ആൻസറിന്റെ മാർക്സും കൂടി ആഡ് ചെയ്തിട്ടാണ് നമുക്ക് 30 കിട്ടുന്നത്. അപ്പൊ ടോട്ടൽ മാർക്സ് നമുക്ക് എങ്ങനെ കിട്ടുക? ടോട്ടൽ മാർക്സ് ഈസ് ഈക്വൽ ടു മാർക്ക് ഓഫ് correct answers plus marks of
incorrect answers. എങ്ങനെ കിട്ടുന്നത്? ടോട്ടൽ മാർക്സ് നമുക്ക് കിട്ടുന്നത് മാർക്സ് ഓഫ് കറക്റ്റ് ആൻസേഴ്സ് പ്ലസ് മാർക്സ് ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ്. ഇൻകറക്റ്റ് ആൻസേഴ്സിന്റെയും കറക്റ്റ് ആൻസേഴ്സിന്റെയും മാർക്സ് കൂട്ടിയിട്ടാണ് നമ്മൾ ടോട്ടൽ മാർക്സ് കണ്ടുപിടിക്കുന്നത്. കാരണം ഇൻകറക്റ്റ് ആൻസേഴ്സിന് ഇവിടെ -1 മാർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഓരോ തെറ്റുത്തരത്തിനും, ഓരോ ഉത്തരം തെറ്റുമ്പോഴും നമുക്ക് കിട്ടിയ മാർക്കിൽ നിന്ന് -1 പോയിക്കൊണ്ടിരിക്കും, ഓരോ മാർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ ഓരോ ഇൻകറക്റ്റ് ആൻസേഴ്സിനും -1 മാർക്കാന്ന് പറയുന്നത്. ഓരോ തെറ്റുത്തരം വരുമ്പോഴും നമുക്ക് കിട്ടിയ സ്കോറിൽ നിന്ന് ഓരോ മാർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. So total marks is equal to marks of correct answers plus marks of incorrect answers. Total mark എന്ന് പറയുന്നത് correct answersന്റെ മാർക്കും incorrect answersന്റെ മാർക്കും അതിന്റെ സം ആണ് total mark. നമുക്കിവിടെ total marks എന്ന് പറഞ്ഞിട്ട് എത്ര കിട്ടിയിട്ടുണ്ട്? ടോട്ടൽ മാർക്സിൽ നമുക്ക് കറക്റ്റ് ആൻസേഴ്സിന്റെ മാർക്ക് എത്രയാന്ന് കിട്ടിയിട്ടുണ്ട്? 36 ആന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? അല്ലേ? നമ്മൾ കണ്ടുപിടിച്ചിട്ട് ചെയ്താ മാർക്സ് ഓഫ് കറക്റ്റ് ആൻസേഴ്സ് 18 into 2 36. അപ്പൊ ടോട്ടൽ മാർക്സ് ഈസ് ഈക്വൽ ടു 36 പ്ലസ് 36 എന്താ? മാർക്സ് ഓഫ് കറക്റ്റ് ആൻസേഴ്സ്. ഇനി നമുക്ക് എന്ത് പിടിക്കണം? മാർക്സ് ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ്. മാർക്സ് ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? Number of incorrect answers into mark of one incorrect answer. എത്ര incorrect answers ഉണ്ടോ അതിനെ incorrect answer എത്ര മാർക്കാ കിട്ടുന്നത്? -1. -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ മാർക്സ് ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് കിട്ടും. കിട്ടൂലേ? അങ്ങനെയല്ലേ നമ്മൾ കറക്റ്റ് ആൻസേഴ്സിന്റെ മാർക്ക് അങ്ങനെയല്ലേ കണ്ടുപിടിച്ചേ? ടോട്ടൽ നമ്പർ ഓഫ് കറക്റ്റ് ആൻസേഴ്സും അതിനെ കറക്റ്റ് ആൻസറിന്റെ മാർക്കായ +2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ മാർക്സ് ഓഫ് കറക്റ്റ് ആൻസേഴ്സ് കണ്ടുപിടിച്ചത്. അതുപോലെ മാർക്ക് ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ഇൻടു -1 ആണ്. പക്ഷെ നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കണ്ടേ? ഇൻകറക്റ്റ് ആൻസേഴ്സിന്റെ എണ്ണം അല്ലേ? അല്ലേ? ഇൻകറക്റ്റ് ആൻസേഴ്സിന്റെ എണ്ണമാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. So it is an unknown value. Number of incorrect answers is an unknown value. So it is taken as X. Unknown values ne nammal X or Y, A or B, any letter. അങ്ങനെയല്ലേ നമ്മൾ കൺസിഡർ ചെയ്യുന്നേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടതിനെ നമ്മൾ X എന്നെടുത്തു. X into ഓരോ ഇൻകറക്റ്റ് ആൻസേഴ്സിന്റെയും മാർക്ക് എത്രയാ? -1. X into -1. ടോട്ടൽ മാർക്സ് എത്രയാ അവർക്ക് കിട്ടിയിരിക്കുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 30. അതായത് അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ 36 x into -1 എന്ന് പറഞ്ഞാല് -x. x into -1 is -x. അല്ലേ? അല്ലേ? അപ്പൊ 36 plus -x is equal to 30. 36 plus -x is equal to 30. ഇനി നമുക്ക് x ന്റെ ടേംസ് ഒക്കെ ഈക്വൽ സൈൻ്റെ ഒരു സൈഡിലേക്കും x ഇല്ലാത്ത ടേംസ് ഒക്കെ ഒരു സൈഡിലേക്കും റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഇവിടെ x ന്റെ സൈൻ മൈനസ് ആണല്ലോ. x ന്റെ സൈൻ മൈനസ് അല്ലേ? അപ്പൊ നമുക്ക് ഈ -x നെ ഈക്വൽ സൈൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാല് +x ആയി മാറൂലേ? -x നെ ഈക്വൽ സൈൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാല് +x ആയി മാറും. അപ്പൊ നമ്മള് x ഇല്ലാത്ത ടേംസ് ഒക്കെ ഒരു സൈഡിലും x ഉള്ള ടേംസ് ഒക്കെ ഒരു സൈഡിലുമായിട്ട് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോ 36 അവിടെ തന്നെ ഉണ്ട്. 36 പ്ലസ് പിന്നെ എന്ത് ചെയ്യണം?
ഈ 30 എന്നുള്ളത് ഈക്വൽ സൈനിന്റെ ഇപ്പുറത്തോട്ട് വരുമ്പോ എന്താവും? +30 -30 ആവും. +30 -30 ആവും. Then after equal sign, -6 will change to x when we take it in the other side of equal sign. നമ്മൾ -x നെ ഈക്വൽ സൈനിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും അത് x ആയി മാറും. -x എന്നുള്ളത് പോസിറ്റീവ് x ആയി മാറും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? x is equal to, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x ആണല്ലേ. x is equal to 36 plus -30 എന്ന് പറയുന്നത് -30. പ്ലസും മൈനസും അടുത്തടുത്ത് വന്നാൽ മൈനസ് എഴുതിയാൽ മതി എന്ന് ഞാൻ കഴിഞ്ഞതിന്റെ മുന്നത്തെ ക്ലാസ്സിൽ എങ്ങാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോ 36 - 30. That means x is equal to 36 - 30 is equal to 6. So we get x is equal to 6. So the answer for the question is number of incorrect answers is equal to 6. അല്ലേ? x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. x എന്താ ഇവിടെ? Number of incorrect answers. So we get number of incorrect answers is equal to 6. മനസ്സിലായോ? മനസ്സിലായോ? കുഴപ്പമില്ലല്ലോ. അതായത് നമുക്കിപ്പോ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എല്ലാ ഇൻഫർമേഷനും തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യാം? ആൻസർ ഷീറ്റിലേക്ക് എടുത്തെഴുതാം. അങ്ങനെ എഴുതി കഴിഞ്ഞാല് ഇതുപോലെ ഓരോ ഇൻഫർമേഷനും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം പിന്നെയും ക്വസ്റ്റ്യൻ ഇങ്ങനെ തപ്പി പിടിച്ചു നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പിന്നെ നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത്, what we have to find out, take it as x. നമുക്ക് അറിയാത്ത വാല്യൂനെ നമ്മൾ x ആയിട്ട് എടുക്കുക. എന്നിട്ട് ആ x വെച്ചിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. ഇതുപോലെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. അതിൽ നിന്ന് x ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ? അപ്പൊ ഈ ആൻസർ നിങ്ങൾ ഇതുപോലെ എഴുതി വെക്കുന്നോ? ഇതുപോലെ തന്നെ എഴുതി വെച്ചോ. ജസ്റ്റ് ഇത്രയും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഒരു മിനിറ്റ്. ഓക്കെ, ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. എടുത്തോ? ഫുൾ ആൻസർ കിട്ടിയോ? ഓക്കെ, അപ്പൊ ഇതൊന്ന് നിങ്ങൾ നോട്ടിലേക്ക് ക്വസ്റ്റ്യനും ആൻസറും എഴുതി വെച്ചോ കേട്ടോ. ഓക്കെ, then look at the next question, page number 21. Example 25. An elevator descends into a shaft at the rate of 3 meters per minute. 3 meters per minute. If the descent starts from 40 meters above the ground level, how long will it take to reach -20 meters? Question മനസ്സിലായോ? An elevator descends into a shaft at the rate of 3 meters per minute. If the descent starts from 40 meters above the ground level,
How long will it take to reach 20 meter? Question എന്താന്ന് മനസ്സിലായോ? An elevator. അതായത് ഈ വലിയ വലിയ കൺസ്ട്രക്ഷന്റെ സ്ഥലത്തൊക്കെ ഉണ്ടാവുന്ന ഈ മുകളിലേക്കും താഴേക്കും പോകുന്ന ഒരു സാധനം കണ്ടിട്ടുണ്ടോ? അതിനെയാണ് നമ്മൾ എലിവേറ്റർ എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുന്നുണ്ട്? താഴോട്ട് ഡിസെൻഡ്സ് ഇൻടു എ ഷാഫ്റ്റ്. താഴേക്ക് 3 meter per second, 3 meter per minute. ഒരു മിനിറ്റില് 3 മീറ്റർ സ്പീഡില് താഴോട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ എലിവേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാ? 40 meter above the ground level. Ground level 40 meter above ഒന്ന് സ്റ്റാർട്ട് ചെയ്താല് ഗ്രൗണ്ട് ലെവലിന് 20 meter താഴെ, അതാണ് -20 meter എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. -20 meter എത്താൻ വേണ്ടി എത്ര ടൈം എടുക്കുന്നു? ക്വസ്റ്റ്യൻ മനസ്സിലായോ? നോ, ഇല്ല. അതായത് ഈ കൺസ്ട്രക്ഷൻ സ്ഥലത്ത് കാണുന്ന ആ സാധനം മനസ്സിലായില്ലേ? എലിവേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതിപ്പോ നിൽക്കുന്നത് ഗ്രൗണ്ട് ലെവലിന് സാധാരണ തറയിൽ നിന്ന് 40 meter മുകളിലായിട്ടാണ് നിൽക്കുന്നത്. 40 meter മുകളിലേക്ക് അത് താഴോട്ട് വരുന്നു. ആ എലിവേറ്റർ താഴോട്ട് വരുന്നു. അതിന്റെ സ്പീഡ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 3 meter per minute. സ്പീഡ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ സ്പീഡ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സയൻസിലോ എവിടെയെങ്കിലും പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? അതായത് ഒരു വസ്തുവിന്റെ സ്പീഡ് എന്ന് പറയുന്നത് അത് ടോട്ടൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനെ ആ ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് സ്പീഡ് കിട്ടുന്നത്. സോ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഇതാണ് സ്പീഡ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. നിങ്ങൾ 8th-ലോ 9th-ലൊക്കെ ഫിസിക്സ് പഠിക്കും. അതിനകത്ത് ഇത് വരുന്നുണ്ട്, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അതായത് നമ്മൾ ഈ വണ്ടിയുടെയൊക്കെ കാറിന്റെയും ബൈക്കിന്റെയും ബസ്സിന്റെ ഒക്കെ സ്പീഡ് പറയില്ലേ? ഭയങ്കര സ്പീഡിലാ പോകുന്നതെന്ന് പറയുന്നില്ലേ? എന്താ അങ്ങനെ പറയുന്നതെന്ന് അറിയോ? 1 meter കവർ ചെയ്യാൻ 1 minute എടുക്കും. അപ്പൊ അതിന് നല്ല സ്പീഡാന്ന് പറയും. അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്തതിനെ ആ കവർ ചെയ്യാൻ എടുത്ത ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് സ്പീഡ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്പീഡ് എത്രയാ? Elevator descends into a shaft at the rate of 3 meter per minute. സ്പീഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, ടൈമിന്റെ യൂണിറ്റ് ഒന്നുകിൽ സെക്കൻഡ് ആയിരിക്കും, മിനിറ്റ് ആയിരിക്കും, അവർ ആയിരിക്കും. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ്, ദൂരത്തിന്റെ യൂണിറ്റ് മീറ്റർ ആയിരിക്കും, കിലോമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോ ഡിസ്റ്റൻസ് നമ്മൾ മീറ്ററിലാണ് പറയുന്നതെങ്കിൽ ടൈം നമ്മൾ മിനിറ്റിലോ സെക്കൻഡിലോ പറയും സ്പീഡിന്റെ. അപ്പൊ സ്പീഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ മിനിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന റേറ്റ് എത്രയാ? ഓരോ മിനിറ്റിലും 3 meter വീതം എലിവേറ്റർ താഴോട്ട് വരുന്നുണ്ട്. ഓരോ മിനിറ്റിലും 3 meter വീതം എലിവേറ്റർ താഴോട്ട് വരുന്നു. ഇപ്പൊ അത് എത്ര മീറ്റർ ഉയരത്തിലുള്ള? ഗ്രൗണ്ട് ലെവലിന് 40 meter എബോവ് ആണ് എലിവേറ്റർ നിൽക്കുന്നത്. അവിടുന്ന് ഓരോ മിനിറ്റിലും 3 meter താഴോട്ട് 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 വന്നിട്ട്
-20 മീറ്റർ എത്താൻ വേണ്ടി. -20 മീൻസ് ബിലോ ദി ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ട് ലെവലിനെ നമ്മൾ 0 ആയിട്ട് കൺസിഡർ ചെയ്താൽ അതിന് മേലേക്ക് പോസിറ്റീവും താഴേക്ക് നെഗറ്റീവും ആയിട്ട് വരും. അപ്പൊ മേലേക്ക് നമ്മൾ അബവ് ഗ്രൗണ്ട് ലെവൽ 40 മീറ്റേഴ്സ് ഉണ്ട്. ഇനി ഇലവേറ്റർ എവിടേക്കാ എത്തണ്ടേ? ഗ്രൗണ്ട് ലെവലിന് താഴേക്ക്. താഴെ -20, അതായത് 20 മീറ്റർ ബിലോ ദി ഗ്രൗണ്ട് ലെവൽ ആണ് ഇലവേറ്റർ എത്തേണ്ടത്. ഈ ഓരോ മിനിറ്റിലും 3 മീറ്റർ താഴോട്ട് വന്ന് ഗ്രൗണ്ട് ലെവലിന് 20 മീറ്റർ താഴേക്ക് എത്താൻ വേണ്ടി എത്ര ടൈം എടുക്കുന്നു? That is the question. Okay? അപ്പൊ എന്താ തന്നിരിക്കുന്നേ? Rate of elevator is equal to 3 meter per minute. 3 meter per minute. ഇനി ഇതാണ് ഗ്രൗണ്ട് ലെവൽ എന്ന് വിചാരിക്കാം. ഇതാണ് ഗ്രൗണ്ട് ലെവൽ എന്ന് വിചാരിക്കാം. ഇത് അതിന്റെ സ്റ്റാർട്ടിംഗ് ലെവലാണെന്ന് വിചാരിക്കാം. ഇത് അതിന്റെ സ്റ്റാർട്ടിംഗ് ലെവലാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ ഈ ഡിസ്റ്റൻസ് എത്രയാന്ന് തന്നിട്ടുണ്ടല്ലോ. എത്രയാ? സ്റ്റാർട്ടിംഗ് ലെവൽ ഇത് സ്റ്റാർട്ടിംഗ് ലെവലാണ്, ഇത് ഗ്രൗണ്ട് ലെവലുമാണ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എത്രയാന്ന് തന്നിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് ലെവൽ ഫ്രം 40 മീറ്റർ എബവ് ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ട് ലെവലിന് 40 മീറ്റർ ഓക്കെ. സ്റ്റാർട്ടിംഗ് ലെവൽ 40 മീറ്റർ എബവ് ഗ്രൗണ്ട് ലെവൽ. ഇനി നമുക്ക് ഈ എലിവേറ്റർ എവിടേക്കാ എത്തണ്ടേ? ഗ്രൗണ്ട് ലെവലിന് താഴേക്ക് എത്രയാ? 20 മീറ്റർ എത്തണം. ഇതാണ് എൻഡ് പോയിന്റ്. ഓക്കെ, ഇത് എത്രയാന്ന് തന്നിട്ടുണ്ട്. ഗ്രൗണ്ട് ലെവലിന് താഴേക്ക് 20 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ടല്ലോ. തന്നിട്ടില്ലേ? ഈ ഡിസ്റ്റൻസ് 20 മീറ്റർ. അപ്പൊ ടോട്ടൽ ഈ എലിവേറ്റർ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാ? ടോട്ടൽ ഡിസ്റ്റൻസ് covered by elevator is equal to എത്ര ടോട്ടൽ ഡിസ്റ്റൻസ്? ഈ 40 മീറ്റർ ഗ്രൗണ്ട് ലെവലിന് മുകളിലേക്കുള്ള 40 മീറ്ററും ഗ്രൗണ്ട് ലെവലിന് താഴേക്കുള്ള 20 മീറ്ററും 40
plus 20 equal to 60 meter. Total distance covered by elevator is equal to 40 plus 20, 60 meter. ഇനി റേറ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, അതായത് സ്പീഡ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 3 meter per minute. Then speed is equal to distance divided by time. നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കണ്ടേ? സ്പീഡും തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. നമുക്ക് ടൈം അല്ലേ കണ്ടുപിടിക്കണ്ടേ? ടൈം ആണ് നമുക്ക് അറിയാത്ത വാല്യൂ അല്ലേ? അതായത് ഈ സ്റ്റാർട്ടിംഗ് ലെവലിന് എൻ പോയിന്റിലേക്ക് ഇലവേറ്റർ എത്താൻ എടുക്കുന്ന ടൈം ആണ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. സ്പീഡ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്, 3 meter per minute. ഡിസ്റ്റൻസ് 40, ടോട്ടൽ 60 meter നമ്മൾ കണ്ടുപിടിച്ചു. 40 plus 20, 60 meter എന്ന് കണ്ടുപിടിച്ചു. ഇനി ടൈം എങ്ങനെ കണ്ടുപിടിക്കും? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണെങ്കിൽ ടൈം ടേക്കൺ ഈസ് ഈക്വൽ ടു സ്പീഡ് ഡിവൈഡഡ് ബൈ time taken is equal to distance divided by speed ആയിരിക്കും. ഇത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പൊ ടൈം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടൈം കണ്ടുപിടിക്കണമെങ്കിൽ ആ ടൈമിനെ നമ്മൾ ഈക്വൽ സൈനിന്റെ ഇപ്പുറത്തോട്ട് എടുത്തു. അപ്പൊ ഡിവൈഡഡ് ബൈ ടൈം എന്നുള്ളത് ഇപ്പുറത്തോട്ട് വരുമ്പോ ടൈം ടേക്കൺ ഈസ് ഈക്വൽ ടു ഈ സ്പീഡിനെ നമ്മൾ ഈക്വൽ സൈനിന്റെ ഇപ്പുറത്തോട്ട് എടുക്കുമ്പോൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡായി. ഓക്കെ, ആ ഇക്വേഷൻ അങ്ങനെ ഒന്ന് നോക്കിയാൽ മതി. എത്ര ഇവിടെ ടോട്ടൽ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എത്രയാ ടോട്ടൽ 60 meter. 60 meter ഡിവൈഡഡ് ബൈ സ്പീഡ് എന്ന് പറയുന്നത് 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ 3, 20 minute. ടൈമിന്റെ യൂണിറ്റ് മിനിറ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ടൈം ടേക്കൺ ടു റീച്ച് 20 meter below the ground level is 20 minute. ഗ്രൗണ്ട് ലെവലിന് 40 meter എബവ് ഉള്ള എലവേറ്റർ മിനിറ്റിൽ 3 meter വീതം താഴോട്ട് വന്ന് ഗ്രൗണ്ട് ലെവലിന് 20 meter താഴെ വരെ എത്താൻ ടോട്ടൽ 20 minutes എടുക്കുന്നു. Hence, the final answer is time taken to reach minus 20 meter is 20 minutes. ഇതാണ് അതിന്റെ ആൻസർ. മനസ്സിലായോ? ഈ ആൻസറും കൂടി ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഈ ആൻസർ ഇതുപോലെ എഴുതിയാൽ മതി. ടെക്സ്റ്റിൽ നിങ്ങൾ നോക്കണ്ട, ഇതുപോലെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ മുതൽ നമുക്ക് ആ എക്സസൈസ് 1C പ്രോബ്ലംസ് കുറച്ച് ചെയ്യാം കേട്ടോ. ഇന്ന് ഹോംവർക്ക് ഒന്നും വേണ്ട, ഇത് 2 എഴുതിയാൽ മതി. 2 ക്വസ്റ്റ്യൻ എഴുതുക, 2ന്റെ ആൻസർ എഴുതുക. എഴുതുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ഇനി ഓണം കഴിഞ്ഞിട്ട് കാണുമായിരിക്കും അല്ലേ? അപ്പൊ എല്ലാവർക്കും വിഷ് യു ഹാപ്പി ഓണം. Thank you, Miss. Same to you, Miss. Thank you. Bye.